Now, we'll start with fluid mechanics. Solids le kore problems nammal cheyidana. Solids inde kore കാര്യങ്ങൾ നമ്മൾ വർക്ക് ഔട്ട് ചെയ്താണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ആദ്യം ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്സിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു വാട്ടർ കോളം ഉണ്ട്, അതിൻ്റെ അകത്തുള്ള പ്രഷർ എന്താണ്, പാസ്കൽസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ കുറച്ച് ഈക്വേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക. പിന്നെ വിൽ സ്റ്റഡി അബൌട്ട് ബോയൻസി ആൻഡ് വിൽ സ്റ്റഡി അബൌട്ട് വിസ്കോസിറ്റി, ടെർമിനൽ വെലോസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിൽ മൂവ് ഇൻ ടു മൂവിങ് ലിക്വിഡ്സ്. We'll study about equation of continuity. We'll study about Bernoulli's principle. Bernoulli's principle applications numerous ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് we will be studying in fluid mechanics. അപ്പോൾ അതിൽ we'll begin with the most basic രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആവശ്യമാണ് whenever we are studying fluid mechanics. അതിൽ one thing is pressure, quantity, and then the second thing we need is density. Pressure, is a normal force per unit area. So normal force per unit area, and density, is mass per volume. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് റൈറ്റിംഗ് ദീസ് തിങ്സ് ഡൗൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്. പക്ഷെ നമ്മൾ ഇനി ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്. നൗ ദ നെക്സ്റ്റ് തിങ് ടു നോ ഹിയർ ഇസ് ദാറ്റ്, ഒരു കണ്ടെയ്നറിൽ if there is a liquid taken and the liquid is at rest, the weight of the liquid will cause a force to act on all the sides of the container. ഈ ലിക്വിഡിന്റെ അകത്തുള്ള പല പോയിന്റ്സിൽ we'll experience something called pressure. A pressure will basically be because of the weight of the liquid. ഈ ലിക്വിഡിന്റെ വെയിറ്റ്, ലിക്വിഡ് ബൾക്കിന്റെ വെയിറ്റ് കൊണ്ടാണ് ആ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ആ ഫോഴ്സ് കാരണമുള്ള പ്രഷറിന്റെ മെക്കാനിസം മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു എക്സ്പെരിമെന്റ് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു സ്പ്രിങ് വെച്ചിട്ട് ഒരു സർഫസിന്റെ താഴെ സ്പ്രിങ് വെച്ചിട്ട് ഒരു മൂവബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിവൈസ് ഉണ്ടാക്കും. ആ ഡിവൈസ് ഇതിൽ ഇമേഴ്സ് ചെയ്ത് പല പോയിന്റിൽ പ്രഷർ മെഷർ ചെയ്യും. ദ ബേസിക് ഐഡിയ ഇസ് ദാറ്റ് അറ്റ് ഓൾ പോയിന്റ്സ്, ഫോർ എക്സാമ്പിൾ പറയുന്നത് ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെയൊക്കെ ലിക്വിഡ് കാരണമുള്ള ഫ്ലൂയിഡ് കാരണമുള്ള പ്രഷർ എന്ന് പറയുന്നത് that will be acting exactly normal to the surface. അതല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു സർഫസിലും ലിക്വിഡ് പ്രഷർ എത്ര ആക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഡിറക്ഷൻസ് ഒന്നും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഐ എം വെരി ഷുവർ ദാറ്റ് ദ പ്രഷർ വിൽ ഡെഫിനറ്റ്ലി ആക്ട് നോർമൽ ടു ദ സർഫസ്. നൗ വൈ ഇസ് ദാറ്റ് പോസിബിൾ? എന്തുകൊണ്ടാണ് എക്സാക്ട്ലി നോർമൽ ആവണമെന്ന് പറയണമെന്ന് ആലോചിക്കുക. ദർ ഇസ് എ റീസൺ വൈ. എന്തുകൊണ്ടാണ് എക്സാക്ട്ലി നോർമൽ ആവുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് what I am trying to do here is നോർമൽ അല്ലാത്തൊരു സാഹചര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക. എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് ആർഗ്യൂ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എക്സാക്ട്ലി നോർമൽ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എക്സാക്ട്ലി നോർമൽ അല്ലാത്തൊരു സാഹചര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് നോക്കുക. ജസ്റ്റ് ഇമാജിൻ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലിക്വിഡ് പ്രഷർ ഈ ഒരു ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വാട്ട് ഇഫ് ദാറ്റ് ലിക്വിഡ് പ്രഷർ ഇസ് ആക്ടിങ് ഇൻ ദിസ് ഡിറക്ഷൻ? ഇങ്ങനെ നോൺ നോർമൽ ആയിട്ടുള്ള വേറൊരു ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും. ഒരു കോമ്പണന്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കോമ്പണന്റ് ഇതാ ഈ ഭാഗത്തേക്കും ഉണ്ടാവും. ഈ കോമ്പണന്റിനെ നോർമൽ റിയാക്ഷൻ ഗിവൺ ബൈ ദി സർഫസ് ബാലൻസ് ചെയ്യും. പക്ഷെ ഈ കോമ്പണന്റിനെ ബാലൻസ് ചെയ്യാൻ ആരുമില്ല, വിച്ച് മീൻസ് that the liquid will have to move. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും അവിടെ. അപ്പൊ ലിക്വിഡ് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. നമ്മൾ ഈ ലിക്വിഡ് കറക്റ്റ് ഇവിടെ സ്റ്റേഷനറി ആയി നിൽക്കുകയല്ലേ. സോ വിച്ച് മീൻസ് ഈ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ലെങ്കിൽ ഈ പ്രഷർ എങ്ങനെ തന്നെ ആക്ട് ചെയ്തേ മതിയാവുള്ളൂ. ദ പ്രഷർ ഷുഡ് ബി ആക്ടിങ് എക്സാക്ട്ലി, ദ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഷുഡ് ബി ആക്ടിങ് എക്സാക്ട്ലി നോർമൽ ടു ദ സർഫസ്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊരു ബോഡി വെച്ചാലും, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോൺ വെച്ചു വിചാരിച്ചോളൂ. ആ സ്റ്റോൺ വെച്ചാലും സ്റ്റോണിലെ ഈ പോയിന്റിൽ വാട്ടർ പ്രഷർ എങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ പോയിന്റിന് ഈ ഒരു സർഫസിന് നോർമൽ ആയിട്ട് പ്രഷർ ആക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഏതൊരു പോയിന്റ് എടുത്താലും pressure, the force due to pressure will exactly act normal to that specific surface. അപ്പോൾ ഇത് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. The pressure due to a fluid will always act normal
on a surface. അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലാക്കുക. That's a very important thing. Now, എങ്ങനെയാണ് pressure inside a water column നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ pressure at some point in a water column നമ്മൾ മെഷർ ചെയ്യാന്ന് ആലോചിച്ച് നോക്കുക. And that's a very important idea too. അപ്പം one thing is sure, ഇപ്പം ഞാൻ ഇപ്പം എന്താ പറയുക, ഒരു ലിക്വിഡ് ബോഡി ഒരു ടാങ്കിൽ ഞാൻ നിറച്ചും വിചാരിച്ചോളൂ. ഈ ലിക്വിഡ് സർഫസ് ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഈ സർഫസിന്റെ പുറത്ത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി it's a certain level of fluid above us, അല്ലെ, ഗ്യാസ്. അറ്റ്മോസ്ഫിയറിന്റെ ഒരു certain ഹൈറ്റിൽ ഗ്യാസസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാവും. അത് എത്രയാന്നുള്ളത് നമ്മളിപ്പോൾ മെഷർ ചെയ്യേണ്ട. I'll tell you exactly how we measure it. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാ പോയിന്റിലും there will be atmospheric pressure acting. റെഡി അല്ലേ? So there will be atmospheric pressure acting here. And I need to know what the pressure is at a certain depth h. ഒരു h ഡെപ്തിൽ എന്താ പ്രഷർ ഉണ്ടാവുക എന്ന് അറിയണം ഈ ലിക്വിഡ് ബോഡിയുടെ, ഈ ലിക്വിഡ് കണ്ടെയ്നറിന്റെ അകത്ത്. But what I do here is I take a hypothetical cylinder. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിലിണ്ടർ എടുക്കും. വൺ എൻഡ് എക്സാക്ട്ലി സർഫസിലുള്ളത്, വൺ എൻഡ് കുറച്ച് താഴെ അറ്റ് എച്ച് ഡെപ്ത് ആളുള്ളതെന്ന് വിചാരിച്ചോളൂ. ഓൾറൈറ്റ്. നൗ ഈ ഹൈപ്പോത്തറ്റിക്കൽ സിലിണ്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ എ ആണ്, ടോപ്പ് ഏരിയയും എ ആണ്. ഓക്കെ, ഞാൻ ആ സിലിണ്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണേ. നൗ ഈ പോയിന്റിലെ പ്രഷറാണ് എനിക്ക് അറിയേണ്ടത്. So what I do here is, ഈ പോയിന്റിലെ പ്രഷർ P ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. I call this P. P ആണ് ഈ പോയിന്റിലെ പ്രഷർ എങ്കിൽ ഈ സർഫസ് ഏരിയ A ആണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണല്ലോ പ്രഷർ എന്ന് പറയുന്നത്. ഈ സർഫസിന് നോർമൽ ആയിട്ട് ഇവിടെ ആ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓൾറൈറ്റ്. ആ പ്രഷർ കാരണമുള്ള ഫോഴ്സ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PA ആയിരിക്കും. ആ PA ഫോഴ്സ് അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക ഈ സിലിണ്ടറിന്റെ മുകളിൽ, ഹൈപ്പോത്തറ്റിക്കൽ സിലിണ്ടറിന്റെ മുകളിൽ. മുകളിലാണെങ്കിൽ നേരെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. അപ്പൊ ഇവിടേക്ക് ഒരു PA ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ PA, ഞാൻ P സ്മോൾ എന്ന് പറഞ്ഞാൽ P അറ്റ്മോസ്ഫിയർ ആണ്. ആ P അറ്റ്മോസ്ഫിയർ കാരണം ഡൗൺവേർഡ് ആയിട്ട് വരുന്ന ഫോഴ്സ് നോക്കൂ. എല്ലാ സർഫസിനും നോർമൽ ആയിട്ടാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആ ഡൗൺവേർഡ് ആയിട്ട് വരുന്ന ഫോഴ്സ് എത്രയുണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that will be equal to PA times A. Alright, that will be downwards. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ലിക്വിഡ് കോളത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റും ഡൗൺവേർഡ് ആണ് ഉണ്ടാവുക. ആ വെയിറ്റ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? mgh ഉണ്ടാവുക. ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ആണെങ്കിൽ റോ ഇൻറ്റു വോളിയം, സോറി mg ഉണ്ടാവുക. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് റോ ആണ് ഡെൻസിറ്റി എങ്കിൽ വോളിയം a ഇൻറ്റു h ആയിരിക്കും. സോ റോ a h ആണ് അതിന്റെ മാസ് വരിക, g ആണ് ഡൗൺവേർഡ് ഫോഴ്സ് വെയിറ്റ് കാരണം വരിക. Now I know that ഈ hypothetical cylinder is not moving anywhere, it is balanced, the forces acting on it should be balanced. അങ്ങനെയാണെങ്കിൽ downward forces which is PA into A plus rho A hg should balance PA. What I do here is I cancel off A from all the sides and what remains is P is equal to PA plus H rho G. Now what is important is the pressure at any point inside a static liquid column depends only on the depth of that point from the level surface. A water surface, a fluid surface, എത്ര ഡെപ്തിലാണെന്നുള്ളത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത് PA അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആയതുകൊണ്ടാണ്. ഇവിടെ വാക്വം ആണെങ്കിൽ അത് ഉണ്ടാവില്ല. ഇവിടെ എന്താ പറയുക, അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അതുണ്ടാവില്ല, ഈ പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ബേസിക്കലി ദ പ്രഷർ അറ്റ് എ പോയിന്റ്, അറ്റ് എ സർട്ടൻ പോയിന്റ് in a liquid column depends purely on the depth at which the point is placed, which means ഒരു സ്റ്റാറ്റിക് ലിക്വിഡ് ആണെങ്കിൽ ഞാൻ ഒരു സ്റ്റാറ്റിക് ലിക്വിഡ് ആണെങ്കിൽ ഞാൻ ഹൊറിസോണ്ടലി ഏതൊക്കെ പോയിന്റ്സിലൂടെ മൂവ് ചെയ്താലും അവിടുത്തെ ഒക്കെ പ്രഷർ എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഹൊറിസോണ്ടലി ഏതൊക്കെ പോയിന്റ്സിലൂടെ മൂവ് ചെയ്താലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്, എങ്ങോട്ടും ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, റെസ്റ്റിൽ നിൽക്കുകയാണ്. ഹൊറിസോണ്ടലി ഏതൊക്കെ പോയിന്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയൊക്കെ പ്രഷർ എക്സാക്ട്ലി സെയിം ആയിരിക്കും. പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പോഴാ അവിടെ ഉള്ള ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഏത് ഭാഗത്തേക്കാണോ ഉള്ളത് ആ ലൈനിലാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക. നോക്കൂ, ജി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് മക്കളെ പറയൂ, ജി താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഏത് ഡിറക്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രഷർ കുറയുക, മീൻസ് കൂടുക,
ജീൻ അലോങ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ആക്സിലറേഷൻ അലോങ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രഷർ കൂടും. എഫക്റ്റീവ് ആക്സിലറേഷൻ എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ പ്രഷർ കുറയാനും തുടങ്ങും. ആ കാര്യം ക്ലിയർ ആയോ? ആ കാര്യം ക്ലിയർ ആണോ? എഫക്റ്റീവ് ആക്സിലറേഷൻ നോർമൽ ആയിട്ടുള്ള ഡിറക്ഷനിൽ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫക്റ്റീവ് ആക്സിലറേഷൻ നോർമൽ ആയ ഡിറക്ഷനിൽ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രഷർ ചേഞ്ച് ഉണ്ടാവില്ല. ആ കാര്യം മനസ്സിലായോ? പറയൂ, ക്ലിയർ ആണോ? നോക്കൂ, പ്രഷർ ബിൽഡ് ചെയ്യുന്ന അങ്ങനെ ആലോചിക്കുക. ഇപ്പൊ ഈ ഒരു കേസിൽ ഈ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ഒരു പോയിന്റിൽ ഞാൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രഷർ ചേഞ്ച് ഉണ്ടാവുമോ? പറയൂ. ഈ പോയിന്റിലൊക്കെ എച്ച് സെയിം അല്ലേ? ഈ ഞാൻ ഡോട്ടിൽ വരച്ച എല്ലാ പോയിന്റിലും എച്ച് സെയിം അല്ലേ? അവിടെ പ്രഷർ മാറുന്നില്ല. പക്ഷേ ഞാൻ വെർട്ടിക്കലി ട്രാവൽ ചെയ്ത് മുകളിലേക്ക് താഴത്തേക്ക് പോയി പ്രഷറിൽ വേരിയേഷൻ വരാൻ തുടങ്ങും. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രഷർ കൂടാൻ തുടങ്ങും, മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ കുറയാൻ തുടങ്ങും. അത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പോളിഷ്ഡ് ആയിട്ട് എങ്ങനെ പറയാം, ഈ പോയിന്റിലുള്ള എഫക്റ്റീവ് ആക്സിലറേഷൻ, ഇവിടെ ജി മാത്രമേ ഉള്ളൂ, അനങ്ങാതിരിക്കുന്ന ഫ്ലൂയിഡ് ആണ്, ആക്സിലറേറ്റ് ചെയ്യാത്ത ഫ്ലൂയിഡ് ആണ്. അപ്പൊ വേറെ സ്യൂഡോ ഫോഴ്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആകെ ജി ഡൗൺവേർഡ്സ് മാത്രമേ ഉള്ളൂ. സോ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡൗൺവേർഡ്സ്. ഇഫക്റ്റീവ് ആക്സിലറേഷൻ എലോങ് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പ്രഷർ കൂടാൻ തുടങ്ങും. കണ്ടോ? ഇഫക്റ്റീവ് ആക്സിലറേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നെങ്കിൽ, ആ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രഷർ കുറയാൻ തുടങ്ങും. ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഏത് ലൈനിലാണോ ഉള്ളത് അതിന് നോർമൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ഇത് എപ്പോഴാ അക്കൗണ്ട് ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ ചില കേസിൽ ലിക്വിഡ് കോളംസ് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസും കൂടെ വരും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കറക്റ്റ് എങ്ങനെയാണ് പ്രഷർ ഏത് ഭാഗത്തേക്കാണ് വേരി ചെയ്യാന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നമുക്ക് നോക്കാം കേട്ടോ, ആ കേസസ് നമുക്ക് ചെയ്യാം. സോ ദിസ് ഇസ് എ വെരി ബേസിക് തിങ്. ഓൾറൈറ്റ്, നൗ പാസ്കൽസ് ലോ എന്താ പറയുന്നത്? പറയൂ, വാട്ട് ഇസ് പാസ്കൽസ് ലോ ബേസിക്കലി? പാസ്കൽസ് ലോ എന്താ പറയൂ? ഞാനൊരു ലിക്വിഡ് കോളത്തിന്റെ മുകളിൽ ഒരു certain point, if I give it a pressure, that pressure will be delivered to all the other portions of the liquid simultaneously, to all the other portions of the liquid undiminished. അത് all the points of liquid മാത്രമല്ല ഉണ്ടാവുക, to the walls of the container അതേ ഫോഴ്സ് ഈക്വലി ഡെലിവേർഡ് ആവും, അൺഡിമിനിഷ്ഡ് ആയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ഓൾറൈറ്റ്, ഒരു ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലിക്വിഡിന്റെ മുകളിൽ ഞാനൊരു ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ട്, ഇഫ് ഐ ഗിവ് സം ഫോഴ്സ്, ഒരു ഫോഴ്സ് എഫ് ഞാൻ താഴത്തേക്ക് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഏരിയ വിൽ ഗിവ് ദ പ്രഷർ. ആ പ്രഷർ ഞാൻ ലിക്വിഡിന്റെ ഒരു ഭാഗത്ത് കൊടുക്കുക ചെയ്യുന്നത്. ആ പ്രഷർ ലിക്വിഡിന്റെ എല്ലാ പോയിന്റ്സിലും ആ എക്സസ് ഉണ്ടല്ലോ, ഞാനിപ്പോ കൊടുത്ത എക്സ്ട്രാ പ്രഷർ ഉണ്ടല്ലോ, എല്ലാ പോയിന്റിലേക്കും ഈക്വൽ ആയിട്ട് അത് ഡെലിവർ ചെയ്യുന്നു മാത്രമല്ല, ഇറ്റ് വിൽ ബി ഓൾസോ ഡെലിവേർഡ് ടു ദ സർഫസസ് ഓർ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഓഫ് ദ ലിക്വിഡ് അൺഡിമിനിഷ്ഡ്. അത് ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആവുന്ന പ്രത്യേകം കൂടെ ഓർക്കണം. അത് ആ കേസിലാണ് നമ്മൾ ഈ പാസ്കൽസ് ലോ പറയുക. The pressure applied at one portion, so the pressure applied at one point of a liquid, of an incompressible liquid, will be delivered to all the other points in the liquid and the walls of the container undiminished. ഈ ഒരു പോയിന്റ്, this is what we call Pascal's law. Pascal's law ആപ്ലിക്കേഷൻ കുറെ ഉണ്ട്, നമ്മളൊക്കെ പഠിക്കും. എന്താ പറയുക, അതിന്റെ എല്ലാ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാണ്ട്. ഹൈഡ്രോളിക് പ്രസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇതിന്റെ ആപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിക് പ്രസ്. ഹൈഡ്രോളിക് പ്രസ്സിൽ എങ്ങനെയാണ് ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത്, വർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവാത്ത എങ്ങനെയാണ് നമുക്ക് ഇപ്പം പഠിക്കാറുണ്ട്. അപ്പം നമ്മൾ നോക്കും. അപ്പൊ ഈ ഐഡിയ ഒന്ന് മനസ്സിലാക്കുക. ദിസ് ഇസ് വാട്ട് യു മീൻ ബൈ പാസ്കൽസ് ലോ. പാസ്കൽസ് ലോന്റെ എന്താ പറയുക, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. പാസ്കൽസ് ലോ മനസ്സിലാക്കാൻ വേണ്ടി, ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്നുള്ള ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഓട്ടോ റീലോഡ് ചെയ്യുന്ന റൈഫിൾസ് കണ്ടിട്ടില്ലേ? ഈ അസോൾട്ട് റൈഫിൾസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ AK-47 എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ഓട്ടോമാറ്റിക്കലി റീലോഡ് ചെയ്യില്ലേ? നമ്മൾ സാധാരണ ചില പിസ്റ്റൾസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ഷോട്ട് ഫയർ ചെയ്തതിനു ശേഷം ഒരു കാർട്രിഡ്ജ് മൂവ് ചെയ്ത് ഒരു എംപ്റ്റി ഷെല്ല് തെറിച്ച് കളഞ്ഞ് പിന്നെ രണ്ടാമതും ഷൂട്ട് ചെയ്യുക, പിന്നെ ഇത് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാറില്ലേ? അപ്പൊ അതെന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. വാട്ട് ആർ ദേ ഡൂയിങ് ആക്ച്വലി ഇസ് ദാറ്റ്, ഇതാണ് എന്താ പറയാ, ആ ബുള്ളറ്റ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേ എന്ന് വിചാരിക്കുക, മാഗസീൻ എന്ന് വിചാരിക്കുക. And then you have this bullet here, the gun here. ഒരു ബുള്ളറ്റ് ശ്രദ്ധിക്കണേ, ഫയർ ചെയ്ത് കഴിഞ്ഞാൽ if the bullet goes out, ഈ എംപ്റ്റി കാർട്രിഡ്ജ് അവിടെ തന്നെ ഉണ്ടാവും.
ആ ഗൺ പൗഡർ ഒക്കെ ഉള്ള എം ടി കാർട്രിഡ്ജ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഫയറിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത ഫയറിങ്ങിന് ആ കാർട്രിഡ്ജ് അല്ല എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഇവിടെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ആ ക്ലിപ്പ് മൂവ് ചെയ്ത് ഈ സാധനം തെറിപ്പിക്കും, ഇതന്നെ തെറിച്ചു പോകും. ഓൾറൈറ്റ്. അപ്പൊ താഴത്ത് ഇവിടെ സ്പ്രിങ്ങിൽ പുഷായി നിൽക്കുന്ന ഈ ബുള്ളറ്റിന്റെ സീരീസ് ഉണ്ടാവും. അപ്പൊ അടുത്ത ബുള്ളറ്റ് അവിടെ കയറി വരും, പിന്നെ അതിനെ ഫയർ ചെയ്യും, ഇതിങ്ങനെ പോവുക ചെയ്യാം. വാട്ട് ഹാപ്പൻസ് ഇൻ ഓട്ടോമാറ്റിക്കലി റീലോഡിംഗ് റൈഫിൾ ഇസ് ദാറ്റ് ഈ എന്താ പറയുക, ഈ ഗൺ ഷോട്ട് ഫയർ ചെയ്യുന്നതിന്റെ ട്രാക്കിൽ ശ്രദ്ധിക്കണേ, ഈ ട്രാക്കിൽ എവിടെയെങ്കിലും ദിൽ ബി എൻ ഓപ്പണിംഗ് ഹിയർ. ഇപ്പൊ ബുള്ളറ്റ് ഫയർ ചെയ്ത് പോകുന്ന ഈ ഓപ്പണിംഗ് ഉണ്ടാവും. ഞാൻ നേരത്തെ മൂവബിൾ ആയിട്ടുള്ള ഒരു പീസ് ഇവിടെ കാണിച്ചില്ലേ, ആ മൂവബിൾ പീസ് നീക്കാൻ വേണ്ടി ഒരു പിസ്റ്റണും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ദാറ്റ് ഗൺ ഷോട്ട് ഫയർ ചെയ്ത് പോകുമ്പോൾ കുറച്ച് ഹോട്ട് എയർ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ആ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ടുള്ള ഹോട്ട് എയർ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ആ ഹോട്ട് എയർ ഈ പിസ്റ്റനെ പ്രസ് ചെയ്ത് ഞാൻ കൈകൊണ്ട് മൂവ് ചെയ്യിക്കാതെ ഈ പറഞ്ഞ എന്താ പറയുക ഈ പറഞ്ഞ പീസ് മൂവ് ചെയ്ത് ആ റീലോഡിങ് നടക്കും. The question is, what happens when I keep the same arrangement? ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു AK-47 റൈഫിൾ ഞാൻ പുറത്ത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഫയർ ചെയ്യാണ്. ആൻഡ് ഐ എം ടേക്കിംഗ് ഇറ്റ് ഇൻ ടു ദ മീൻസ് ബിലോ ദ വാട്ടർ. ബിലോ ദ വാട്ടറും എയറിലും രണ്ട് ഭാഗത്തും ഞാൻ ഈ ഗൺ ഷോട്ട് ഫയർ ചെയ്യാണ്. ഏത് സ്ഥലത്താണ് റീലോഡിങ് ടൈം കുറയുക, അല്ലെങ്കിൽ എവിടെയാണ് റീലോഡിങ് ടൈം ഫാസ്റ്റ് ആവുക എന്നുള്ളത് വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കേണ്ട കാര്യം കേട്ടോ. ഒറ്റ ഗൺ ഷോട്ട് ഫയർ ചെയ്യുമ്പോൾ തന്നെ എയർ പോയിട്ട് പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ആ എം ടി കാർഡ് തെറിക്കും, അടുത്ത ആൾ ലോഡ് ആവും. അത്രയും ക്വിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് ഇനിയും ഫാസ്റ്റ് ആവുമോ സ്ലോ ആവുമോ ഞാൻ അണ്ടർ വാട്ടറിൽ ഈ അറേഞ്ച്മെന്റ് കൊണ്ടുപോയാന്നുള്ള ചോദ്യം. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കുക? ഹൗ വുഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എങ്ങനെയാണ് മനസ്സിലാക്കുക? What if I take this underwater? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗണ്ണ് ഫയർ ചെയ്യില്ലെന്ന്? ഗണ്ണ് ഫയർ ചെയ്യും, അത് നനഞ്ഞുകൊണ്ടൊന്നും അത് ഫയർ ചെയ്യാതിരിക്കുന്നില്ല, ഗൺ ഷോട്ട് ഫയർ ചെയ്യും. ദാറ്റ് ഇസ് പോസിബിൾ. പക്ഷെ ഹൗ വിൽ ഇറ്റ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഐ ടേക്ക് ഇറ്റ് അണ്ടർ വാട്ടർ, പുറത്താ വെച്ചിരിക്കുന്നെങ്കിൽ ഈ ട്രാക്കിൽ മുഴുവൻ എയർ ആയിരിക്കും ഉണ്ടാവുക. അണ്ടർ വാട്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ മുഴുവൻ യുൽ ഹാവ് വാട്ടർ ഓൾറെഡി ഫിൽഡ്. ഫയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ വാട്ടർ ഫിൽഡ് ആയിരിക്കും. Now, എയറിൽ നിൽക്കുമ്പോൾ ഇഫ് ഐ ഫയർ ദ ഗൺ ഷോട്ട്, ഹോട്ട് എയറിലൂടെ പോയിട്ട് ആ എയർ ആണ് കംപ്രസ്ഡ് ആവുന്നത്. എയർ കംപ്രസ്ഡ് എയർ ആണ് ഇവിടെ പ്രസ്ഡ് ആയിട്ട് എയറിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷറാണ് പിസ്റ്റൺ നീക്കുന്നത്. എയർ ഇസ് മച്ച് മോർ കംപ്രസിബിൾ ദാൻ വാട്ടർ. അതായത് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പം കുറച്ച് എയർ ഒന്ന് കംപ്രസ് ആയിട്ടേ പിസ്റ്റൺ മൂവ് ചെയ്യുള്ളൂ, കുറച്ച് ലാഗ് അവിടെ വരും. പക്ഷെ വെള്ളത്തിലെടുത്തെങ്കിൽ വെള്ളം ഇൻകംപ്രസിബിൾ ആണ്, ഇവിടെ ഓൾറെഡി വെള്ളം കയറി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ ഞാൻ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഫോഴ്സ് കൊടുത്ത് ഒരു പ്രഷർ അവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ആ പ്രഷർ ക്യാരി ചെയ്യും. ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് വെള്ളം കമ്പയർഡ് വിത്ത് എയർ. അപ്പൊ വളരെ ഇൻസ്റ്റന്റ്ലി ഇവിടെ കൊടുത്ത പ്രഷർ ഡിഫറൻസ് ഇവിടെ അറിയാൻ പറ്റും, അൺഡിമിനിഷ്ഡ്. അപ്പൊ വളരെ പെട്ടെന്ന് പിസ്റ്റൺ മൂവ് ചെയ്യും, എയറിൽ വെക്കുന്നതിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് പിസ്റ്റൺ മൂവ് ചെയ്യും. കാർട്രിഡ്ജ് തെറിച്ചു പോകും, റീലോഡിംഗ് ടൈം വിൽ ബി മച്ച് ലെസ്. ക്വിക്കർ ആയി റീലോഡ് ചെയ്യും വെള്ളത്തിന്റെ അകത്ത്. ആ ഐഡിയ മനസ്സിലായോ? വെള്ളത്തിന്റെ അകത്ത് ക്വിക്കർ ആയി റീലോഡ് ചെയ്യാൻ കാരണം എന്താ മനസ്സിലായോ? എയർ ഇസ് മോർ കംപ്രസിബിൾ ദാൻ വാട്ടർ. അതാണ് ഐഡിയ. കിട്ടിയോ? പറയൂ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഐഡിയ ഒന്ന് മനസ്സിലാക്കുക. ദിസ് ഇസ് അഗൈൻ ആൻ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. Another thing to note is that there is something called a hydraulic press. Hydraulic press is again an example for how the method of this Pascal's law works practically. നോക്കുക, രണ്ട് ലിംബുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. It's connected here just like this. ഇത് നിങ്ങളുടെ ബ്രേക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. There'll be two pistons here. ഫ്ലൂയിഡ് നടത്തും. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്, പക്ഷെ സ്റ്റിൽ വിൽ മെൻഷൻ ഇറ്റ്. ഓക്കെ, ഇത് ഫോഴ്സ് ഇൻപുട്ട് കൊടുക്കുന്ന എൻഡാണ്, ഇത് ഫോഴ്സ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന എൻഡാണ്. അവിടെ നിന്ന് ഞാൻ മറ്റേ സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് ഞാൻ പ്രസ് ചെയ്യുക, ഈ സൈഡിൽ നിന്നാണത് എന്താ പറയുക, ആ പ്രസ് ഇവിടെയാണത് തിരിച്ചു വരിക. ഓൾറൈറ്റ്. നൗ ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്, ഒരു ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഉണ്ട്. എല്ലാ സിസ്റ്റംസും ലോസ് ഇല്ലാത്ത രീതിയിലാണ്, എല്ലാ സർഫസസും വെൽ പോളിഷ്ഡ് ആണ്, ഒരു ലോസും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ നോ ഇസ്, ഈ ഭാഗത്ത് കൊടുക്കുന്ന പ്രഷർ, ദിസ് ഇസ് മൈ ഇൻപുട്ട്, ഈ ഭാഗത്ത് കൊടുക്കുന്ന പ്രഷർ പി ഇൻപുട്ട്
should be equal to P output. ഈ ലിംബിന്റെ ഏരിയ എന്ന് പറയുന്നത് A ഔട്ട്പുട്ട് ആണ്, ഈ ലിംബിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A ഇൻപുട്ട് ആണ്. ഇത്ര എനിക്കറിയാം. So one thing is very sure, P input should be equal to P output. Again, that is Pascal's law. P input should be equal to P output, which means F input by A input should be equal to F output by A output, which says F output should be equal to A output by A input into F. And you can very clearly see that E സാധനം is much greater than A output is much greater than A input. അപ്പോൾ ഒരു വലിയ വാല്യൂ ഒരു ചെറിയ വാല്യൂ കൂടെ ഫ്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഗ്രേറ്റർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വരിക. അപ്പൊ A ഔട്ട്പുട്ട് ഒരു 10 ടൈംസ് AI ആണെങ്കിൽ ഇവിടെ ഒരു 10ന്റെ ഫാക്ടർ വരുന്നു. റെഡി അല്ലേ? വിച്ച് മീൻസ് ഔട്ട്പുട്ട് ഫോഴ്സ് ഇൻപുട്ട് ഫോഴ്സിനെക്കാളും എത്രയോ ഹയർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ മാനേജ് ടു ജനറേറ്റ് എ വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അറ്റ് ദി അതർ എൻഡ്. ഇത് ഒരുപാട് മെഷീൻസിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് തിങ്. പക്ഷെ വാട്ട് ഇസ് ദ ക്യാച്ച് ഹിയർ? ഡു യു തിങ്ക് ദ ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായില്ല? ഈ അവസ്ഥേനെ പറയുന്ന പേരാണ് ഫോഴ്സ് അഡ്വാൻറ്റേജ്. വർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വർക്ക് അഡ്വാൻറ്റേജ്, എനർജി ലാഭം കിട്ടുമോ? പറയൂ. ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്കറിയാം. വർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം പറയൂ, പറഞ്ഞോളൂ. ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഡു യു തിങ്ക് ദർ ഇസ് വർക്ക് അഡ്വാൻറ്റേജ് ഹിയർ? പറയൂ. എന്താ വർക്ക് അഡ്വാൻറ്റേജ് ഇല്ലാതിരിക്കാൻ കാരണം? നമുക്ക് നോക്കാം, ശ്രദ്ധിക്കണേ. നോക്കൂ, ഇവിടെ പിസ്റ്റൺ ഇത്ര ദൂരം നീങ്ങി വിചാരിക്കുക. അപ്പൊ ഇവിടെ പിസ്റ്റൺ എത്ര ദൂരം നീങ്ങുന്നുള്ള ചോദ്യം. ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണ്, വോളിയം കോൺസേർവ് ചെയ്യണം. വിച്ച് മീൻസ് ഇവിടുന്ന് താഴത്തേക്ക് പോയ വോളിയം മാത്രമേ ഇവിടെ റേസ് ആവാൻ പാടുള്ളൂ. ഇവിടുന്ന് എത്ര വോളിയം താഴത്തേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I'll say xi, displacement of the input piston multiplied with area of the input piston. ഇത്രയും വോളിയം, ഏരിയ ഇൻറ്റു ഇത്രയും വോളിയം ആണ് ഇവിടുന്ന് മൂവ് ചെയ്തത്. ഓൾറൈറ്റ്. അപ്പൊ അത് ഇവിടെ എത്ര റേസ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും A ഔട്ട്പുട്ട് ഉണ്ട്, ഒരു X ഔട്ട്പുട്ട് പൊങ്ങി എന്ന് വിചാരിക്കുക. സോ X ഔട്ട്പുട്ട് ഇൻറ്റു A ഔട്ട്പുട്ട് ആണ് ഇവിടെ വന്ന വോളിയം ചേഞ്ച്. ഓൾറൈറ്റ്. നൗ ഈ രണ്ട് സാധനവും ഈക്വൽ ആവണമെന്ന് എനിക്ക് അറിയാം. ഉറപ്പായിട്ട് ഈക്വൽ ആയാൽ മതിയുള്ളൂ. കാരണം വെച്ചാൽ വോളിയം കോൺസേർവ് ചെയ്യണം. ഇവിടെ ഒരു വോളിയം റിഡ്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വോളിയം ഇവിടെ കാണാൻ പറ്റണം. അല്ലാണ്ട് വോളിയം എക്സ്ട്രാ ലോസ് ആവാനോ ക്രിയേറ്റ് ആവാനോ പാടില്ല. വോളിയം കുറയാൻ പാടില്ല. ഒന്നാമത് ഇൻകംപ്രസിബിൾ ഉള്ള ലിക്വിഡ് ആണ്. അത് അറിയുന്നതുകൊണ്ട് നമ്മൾ ആ ലോ ഉപയോഗിക്കുന്നത്. വിച്ച് മീൻസ് A out X out will be equal to A in X in, which means X out, ശ്രദ്ധിക്കണേ, X out will be equal to A in by A out into X in. All right. Now വർക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഫോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വർക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വർക്ക് ഇൻപുട്ട് എന്താ വരിക? വർക്ക് ഇൻപുട്ട് വിൽ ബി ബേസിക്കലി F in into X in. ഫോഴ്സ് ഇൻപുട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻപുട്ട്. ഇതാണ് വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. വർക്ക് ഔട്ട്പുട്ട് കണക്ക് കൂട്ടി നോക്കുക. അപ്പൊ എന്താ വരിക? ഫോഴ്സ് ഔട്ട് ഇൻറ്റു എക്സ് ഔട്ട് ആ വരിക. നൗ ഫോഴ്സ് ഔട്ട് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ട് ദാറ്റ് ഇസ് A out by A in into F out ആ വരിക, into F in ആ വരിക. ആൻഡ് യു ഹാവ് എക്സ് ഔട്ട് എന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ദാറ്റ് ഇസ് A in by A out into X in. ക്യാൻസൽ ചെയ്ത് പോകും രണ്ടും. അപ്പോഴും വരും എന്താ? X in into F in തന്നെയാ വരിക. വർക്ക് അഡ്വാൻറ്റേജ് ഇല്ല, പക്ഷെ ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് ഒരിക്കലും നാച്ചുറലി കൊടുക്കാൻ പറ്റാത്ത ഫോഴ്സ് എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നാച്ചുറൽ ആണ്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ്സിലെടുത്ത വെള്ളം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു നോക്കുക. ഗ്ലാസ്സിൽ നല്ല പൊക്കത്തിൽ ഉണ്ടാവും, പ്ലേറ്റിൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് പൊക്കത്തിലല്ലേ ഉണ്ടാവുള്ളൂ. അതേ ഇഫക്റ്റ് അവിടെ വരുന്നത്. ഇവിടെ ഞാൻ കുറേ ലെങ്ത് ഞാൻ ഇവിടെ താഴത്തേക്ക് തള്ളി കൊണ്ടുപോയാലും ആ വോളിയം ഇവിടെ നിറയുമ്പോൾ ചെറിയ ഹൈറ്റ് എലിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് വർക്ക് അഡ്വാൻറ്റേജ് ഇല്ല, ഫോഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നത്. ക്ലിയർ ആണോ എന്ന് പറയുമോ? ഓൾറൈറ്റ്, റെഡി അല്ലേ? സോ പ്ലീസ് റിമെമ്പർ വെരി കെയർഫുള്ളി, ദർ ഇസ് ഫോഴ്സ് അഡ്വാൻറ്റേജ് ബട്ട് ദർ ഇസ് നോ വർക്ക് അഡ്വാൻറ്റേജ്. നൗ ഇനി another important idea, ഞാൻ ഒരു സംതിങ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ശ്രദ്ധിക്കണേ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നമ്മൾ ഒരേ ടൈപ്പ് ലിക്വിഡ് എടുക്കുന്നത്, ശ്രദ്ധിക്കണേ, ഒരേ ടൈപ്പ് ലിക്വിഡ് എടുക്കുന്നത്. ആ ഒരേ ടൈപ്പ് ലിക്വിഡിനെ
പല ഷേപ്പുള്ള ലിമ്പുള്ള ഒരു സ്ട്രക്ചറിൽ ഞാൻ നിറയ്ക്കുകയാണ്. പല ഷേപ്പുള്ള ലിമ്പുള്ള സ്ട്രക്ചറിൽ ഞാൻ നിറയ്ക്കുകയാണ്. And if I fill water in this, what happens here is water ഏതിലാണ് ഹൈ ആയിട്ട് പോവുക, ഏതിലാണ് എന്താ പറയുക വെള്ളം ലെവലിൽ നിൽക്കുക, പറയൂ എന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ഇതിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ്, ഐ ഹോപ്പ് യു നോ ദാറ്റ് ഓൾറെഡി, വെള്ളം ഈ എല്ലാ ലിമ്പിലും ഒരേ ലെവലാണ് നിൽക്കുക. വെള്ളം എല്ലാ ലിമ്പിലും ഒരേ ലെവലാണ് നിൽക്കുക. ഇത് വാട്ട് യു കോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഞാൻ വെച്ച സ്ട്രക്ചർ എങ്ങനെ ചേഞ്ച് ആയിക്കോട്ടെ, ഞാൻ ചെരിച്ചൊരു ട്യൂബ് കൂടി ഇവിടെ വെക്കുക വെച്ചോ, വേറെ എവിടെയെങ്കിലും ചെരിച്ചൊരു ട്യൂബ് കൂടി വെക്കുക വെച്ചോ, വെള്ളം എല്ലാ ലിമ്പിലും ഒരേപോലെയാണ് ക്ലൈംബ് ചെയ്യുക. That exactly is what you mean by a hydrostatic paradox. ഇത് നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കിന്റെയും കവറിലൊക്കെ കാണുന്ന ഒരു ഡയഗ്രാം. അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കുക. വാട്ട് ഇഫ് ഐ ട്രൈ ടു അപ്സെറ്റ് ദിസ്, ഈ പറഞ്ഞ സാധനം ഞാൻ അപ്സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഇഫ് ഐ അപ്സെറ്റ് ദിസ്, ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കണേ, ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഐ എം ഗിവിംഗ് എൻ എക്സ്ട്രാ പ്രഷർ. ഒരു ഈ വാട്ടർ, ഇത്രയും ഹൈറ്റുള്ള വാട്ടർ കോളം കാരണം ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ഈ പ്രഷർ, വൺ തിങ് ടു റിമെമ്പർ ഹിയർ ഇസ് ദാറ്റ്, ഈ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ലിമ്പിലും ഡൗൺവേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. ഈ എല്ലാ ലിമ്പിലും ഡൗൺവേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എഗെയിൻ ഒഴിക്കുക എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ എനിക്കറിയാം ഈ പോയിന്റിലെ പ്രഷർ കുറച്ച് ഹയർ ആയി ഉണ്ടാവുമല്ലോ ഈ ലിക്വിഡ് കോളം കാരണം. പാസ്കൽസ് ലോ പ്രകാരം ഇവിടെ വന്ന എക്സ്ട്രാ പ്രഷർ എല്ലാ പോയിന്റ്സ് ഇൻ ദ ലിക്വിഡിലും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാ പോയിന്റ്സിലും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഈ 2-3 സ്ഥലത്ത്, ഇപ്പൊ ഇവിടെ ആ പ്രഷർ കൂടി കഴിഞ്ഞാൽ ലിക്വിഡിനൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല. ഇവിടേക്ക് ആ പ്രഷർ കൂടി കഴിഞ്ഞാൽ ലിക്വിഡിനെ ആര് കണ്ടെയ്ൻ ചെയ്യും? ഈ വാൾ കണ്ടെയ്ൻ ചെയ്യും. പക്ഷെ അതേസമയം ഈ പോയിന്റ്സിലൊക്കെ ആ ലിക്വിഡിന് വേണമെങ്കിൽ മുകളിലേക്ക് പോവാം. അപ്പൊ ആ സ്ഥലത്തൊക്കെ ലിക്വിഡ് പതുക്കെ റേസ് ചെയ്ത് ഒരു ലെവലെത്തും. എന്തിനാണെന്നറിയോ? ഈ പ്രഷർ ഇംബാലൻസ് വരാത്ത അവസ്ഥ വരെ, ഇക്വിലിബ്രിയം എത്തുന്നവരെ അത് റീഅറേഞ്ച് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ എക്സ്ട്രാ പ്രഷർ ഇല്ലാതെ ആവുന്നവരെ ആ ഫ്ലൂയിഡ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലിമ്പിലും ഈക്വൽ ലെവലിൽ വെള്ളം കയറും. മനസ്സിലായോ? കാരണം ഏതെങ്കിലും ഒരു ലിമ്പിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള വാട്ടർ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവും. കാരണം ഈ ഭാഗത്ത് കറക്റ്റ് എന്താ പറയുക അറ്റ്മോസ്ഫിയർ പ്രഷറും ഈ ഭാഗത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറും കുറച്ച് എക്സ്ട്രീം. അപ്പൊ ഈ പ്രഷർ, ഈ ഒരു ഇടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ഔട്ട് ചെയ്യും. വെള്ളം ഈവൻ ഔട്ട് ചെയ്ത് എല്ലാ ലെവലിലും എല്ലാ ലിമ്പിലും സെയിം ലെവലിൽ വെള്ളം വരുന്നവരെ ഈ ലിക്വിഡ് റീഅറേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഈ അറേഞ്ച്മെന്റ് ലിക്വിഡിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇത് വളരെ എക്സ്റ്റെൻസീവ്ലി ഈ പ്രിൻസിപ്പിൾ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഉപയോഗിക്കാറ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് ട്യൂബിൽ വെള്ളമാക്കുന്നത് കണ്ടിട്ടില്ലേ? ലെവൽ നോക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ സമയത്ത് ഹൈറ്റ് സെയിം ആക്കാൻ വേണ്ടി ഒരു ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് ആ ട്യൂബ് എങ്ങനെ പോയാലും കുഴപ്പമില്ല, ട്യൂബ് എയിലൂടെക്കോ ഉരുണ്ട് കറങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടർ ലെവൽ പിടിച്ച് നോക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ ഹൈറ്റ് സെയിം ആക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണത്. മനസ്സിലായില്ലേ? അപ്പൊ പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പൊ ഇത് ഇറ്റ്സ് ആക്ച്വലി എ കോൺസിക്വൻസ് ഓഫ് എന്താ പറയുക പാസ്കൽസ് ലോ. ആൻഡ് യു നോ വൺ മോർ തിങ്, പ്രഷർ അറ്റ് എ സർട്ടൺ ലെവൽ, ഇപ്പം എന്താ പറയുക ഒരു എക്സാക്ട്ലി ഒരു സർട്ടൺ ഡെപ്തിലുള്ള പ്രഷർ എക്സാക്ട്ലി സെയിം വരണം ഫോർ എ സ്റ്റാറ്റിക് ലിക്വിഡ്. അത് നിങ്ങൾക്ക് അറിയാം. ഇത് വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി മേക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാരോമീറ്റേഴ്സ്. ഇപ്പൊ സിമ്പിൾ ബാരോമീറ്റർ, എന്താ പറയുക ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, ഇങ്ങനത്തെ പല സാധനങ്ങളൊക്കെ ഡിവൈസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ലോജിക്കിലാണ്. ഞാൻ അതിന്റെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു ഐഡിയ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുന്ന പല സ്ഥലത്തും ആവശ്യം വരും. അതുകൊണ്ടാണ് കേട്ടോ. നോക്കുക. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇസ് ഒരു സിമ്പിൾ ബാരോമീറ്റർ. ഈ പറഞ്ഞ പാസ്കൽസ് ലോന്റെ ഒക്കെ ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ബാരോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ബാരോമീറ്ററിന്റെ സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ. ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കുക, ഒറ്റ കാര്യം ആലോചിക്കുക. ഇവിടെ ഒരു ലിക്വിഡ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ലിക്വിഡിനകത്ത് ഞാൻ ഒരു ഓപ്പൺ ട്യൂബ് ഇങ്ങനെ വെച്ചു, ഒരു ഓപ്പൺ ട്യൂബ് വെച്ചു. ഈ ട്യൂബിൽ ഒരു വലിയ തിക്ക് ട്യൂബാണേ. ഈ ട്യൂബിൽ വെള്ളം കയറുന്നുണ്ട് തോന്നുന്നുണ്ടോ? വെള്ളം കയറുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എല്ലാ ഭാഗത്തുനിന്നും വെള്ളത്തിന് ഒരേ ഇടിയാ. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇടിക്കുന്നുണ്ട്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇടിക്കുന്നുണ്ട്, ഇവിടെയും ATM ഇടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും ഒരേ ഇടിയാ. അപ്പൊ ഒരു ഭാഗത്തേക്ക് ഇംബാലൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എവിടെ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ലെവൽ ഔട്ട് ചെയ്തിട്ട് ഈ ബാലൻസ് രണ്ടാമത് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതല്ല നമ്മൾ ചെയ്യുന്ന കേസ്. ഞാനൊരു ട്യൂബ് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഒരു ട്യൂബ് വാക്വം ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യും.
ഒരു വാക്വം ആയിട്ടുള്ള ട്യൂബ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യും. ഈ വാട്ടറിൻ്റെ അകത്ത് ഞാൻ പ്ലേസ് ചെയ്യും. ഓൾറൈറ്റ്. നൗ എന്താ അവിടെ സംഭവിക്കുക പറയൂ? ഇത് വാക്വം ആയിട്ടുള്ള ട്യൂബ് ഞാൻ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ കോൺസിക്വൻസ് പറയൂ? വാട്ടർ ഈ ലെവലിൽ നിൽക്കുവോ? വാട്ടർ ഈ ലെവലിൽ നിൽക്കുവോ? നോ. കാരണം എന്താണെന്നറിയോ? ഈ ലെവലിൽ നിന്നേനെ എപ്പോ ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അതാണ് ഞാൻ വാക്വം ആക്കിയ ട്യൂബ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ നിറച്ചിട്ടുള്ള ട്യൂബ് അവിടെ കുത്തിയെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതിന്റെ അകത്തും ഉണ്ടാവുമല്ലോ. ഇതിന്റെ അകത്തുള്ള എയർ കോളത്തിലും അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇല്ലാത്ത കേസാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു പ്രഷറും ഇല്ല. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ഭാഗത്തും പുഷ് ചെയ്ത് വെള്ളം ഈ ചാനൽ വഴി മുകളിലേക്ക് കയറും. ഓൾറൈറ്റ്, യു അണ്ടർസ്റ്റാൻഡ്? ഈ രണ്ട് ഭാഗത്തും വെള്ളത്തിന് പുഷ് കിട്ടിയിട്ട് വെള്ളം ഈ ചാനൽ വഴി മുകളിലേക്ക് കയറും. സോ യു വിൽ ഹാവ് എ വാട്ടർ ലെവൽ ഹിയർ. മനസ്സിലായില്ലേ? നൗ ഹൗ ക്യാൻ യു യൂസ് ദിസ്? ഇപ്പൊ ഞാൻ വാട്ടർ ആണ് എടുത്തതെങ്കിൽ വിചാരിക്കുക, വാട്ടർ ആണ് എടുത്തെന്ന് വിചാരിക്കുക. 3 പോയിന്റ്സ് ഒരു കണക്റ്റഡ് ലിക്വിഡിന്റെ. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഐഡിയ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് ആ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ലിക്വിഡ് കോളം കണക്റ്റഡ് ആയിരിക്കണം, ഒരേ ടൈപ്പ് ലിക്വിഡും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ലെവലിൽ മുഴുവൻ ലിക്വിഡ് മൂവിങ്ങോ അയക്കരുത്. ലിക്വിഡ് മൂവിങ്ങോ ആക്സിലറേറ്റിംഗ് ഒന്നും അയക്കരുത്. ലിക്വിഡിന്റെ എല്ലാ പോയിന്റ്സിലും ലിക്വിഡിന്റെ നോക്കൂ സെയിം ടൈപ്പ് ഓഫ് ലിക്വിഡ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലോസ്ഡ് ആവാൻ പാടില്ല, കണക്റ്റഡ് ആയിരിക്കണം ലിക്വിഡ് കോളം. പിന്നെ ലിക്വിഡ് അത് മൂവിങ് ആയിരിക്കരുത്, ഫ്ലോയിങ് ഒന്നും ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ലിക്വിഡിന്റെ എല്ലാ ലെവൽസിലും എല്ലാ പോയിന്റ്സിലും ഒരേ പ്രഷറാണ് വരേണ്ടത്. ഒരു ലെവലുള്ള എല്ലാ പോയിന്റ്സിലും ഒരേ പ്രഷറാണ് വരേണ്ടത്. വിച്ച് മീൻസ് ഇവിടുത്തെ പ്രഷർ I call this PA, point PA, the point A, the point B, the point C എന്ന് വെച്ചോ. PA should be equal to PB should be equal to PC, which means ശ്രദ്ധിക്കണേ, ഈ മൂന്നും ഈക്വൽ ആണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. PA is equal to PB is equal to PC ആണെങ്കിൽ ശ്രദ്ധിക്കണേ, PA എന്ത് മാത്രമേ ഉള്ളൂ? ഇതിന്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രഷർ കറക്റ്റ് എന്താ പറയൂ? P അറ്റ്മോസ്ഫിയറിക് ആണ്. P അറ്റ്മോസ്ഫിയറിക് ആണ് PA യിലെ പ്രഷർ. നൗ PB യിലെ പ്രഷർ എന്താ? ഇതിന്റെ മുകളിൽ ഒന്നുമില്ല, ഇവിടെ യാതൊരു സാധനവും ഇല്ല. അപ്പൊ ഇവിടെ ഒന്നും പ്രസ്സിങ് വരുന്നില്ല. പക്ഷെ ഒരു എച്ച് ഹൈറ്റ്, ഇതാ ഈ എച്ച് ഹൈറ്റ് ആണ് ഇത് പൊന്തിയെന്ന് വിചാരിച്ചോ. ഈ എച്ച് ഹൈറ്റുള്ള വാട്ടർ കോളം ഈ പോയിന്റ് ബിന്റെ മുകളിലുണ്ട്. അപ്പൊ എച്ച് ഡെപ്തിൽ ഒരു വാട്ടർ ലെവലിന്റെ എച്ച് ഡെപ്തിൽ എത്ര പ്രഷർ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഐ നോ ദാറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഓൾറൈറ്റ്, കുഴപ്പമില്ലല്ലോ. സോ ബേസിക്കലി PA is equal to PB എന്നുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് P atmosphere will have to be equal to H rho G, which is H will be equal to, അല്ലെങ്കിൽ P atmosphere will be equal to, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ്മോസ്ഫിയർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് സിമ്പിൾ ബാരോമീറ്റർ എന്ന് വിളിക്കുന്നതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയതുകൊണ്ട് എച്ചിന്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. റോ എന്ന് പറയുന്നത് വിൽ ബി എന്താ പറയുക, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദാറ്റ് യു യൂസ്, ആൻഡ് G will be accelerated to gravity at the region. നോക്കൂ, നമ്മൾ വാട്ടർ ഉപയോഗിച്ചല്ല ഈ സാധനം ഉണ്ടാക്കുക. കാരണം വെച്ചാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ സാധാരണ കേസിൽ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ഒരു 10⁵ അടുത്ത് വരും. അപ്പോ റോ എന്ന് പറഞ്ഞാൽ 10⁵3 ആ. വാട്ടറിന്റെ ഡെൻസിറ്റി 10⁵3 ആണ്. G എന്ന് പറഞ്ഞാൽ 10⁻10 ആണ്, 10⁻1 ആണ്. അപ്പൊ ഈ 10⁵3യും 10ഉം മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 10⁵5ന്റെ സ്കെയിലിൽ വരിക? H ഒരു 10 മീറ്റർ എങ്കിലും ആവണം, 10 meters എങ്കിലും ആവണം. അപ്പൊ ഈ 10 meters ഒക്കെ പോയി റീഡിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. സോ വാട്ട് വി ഡു ഹിയർ ഇസ്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് വാട്ടർ വി യൂസ് മെർക്കുറി. മെർക്കുറിന്റെ 13.6 into 10⁵3 ആണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസിൽ ശ്രദ്ധിക്കണേ, P atmosphere will be equal to H into, ശ്രദ്ധിക്കണേ, H into rho mercury into G ആ വരിക. Which means H will be equal to, height will be equal to P atmosphere, that is 10⁵5 approximately 10⁵5 divided by 13.6 into 10⁵3 into 10. ഇത് ഏകദേശം വരിക, I think it is close to 76 centimeters. കേട്ടോ, ഞാനൊന്ന് വെരിഫൈ ചെയ്യാം. കാരണം ഒരു യൂണിറ്റ് കൂടിയാണ്. ഇത്ര എന്താ പറയുക, ഇത്ര ഹൈറ്റ് ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ട് പ്രഷർ യൂണിറ്റ് ഉണ്ട്. I'll tell you exactly what that value is. Atmospheric pressure is 760 millimeter of Hg. 760 which is basically 76 centimeter. 76 centimeter of Hg ആണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ എമൗണ്ട് ആയിട്ട് പറയുക.
ഈ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രഷറിന്റെ വാല്യൂ എന്താ പറയുക എത്ര മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ പ്രഷർ ബാലൻസ് ചെയ്യാനുള്ള ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളത്തിനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായോ? വിച്ച് ഇസ് ഈ എച്ച് റോ ജിയിലെ എച്ച് ആണ് നിങ്ങൾക്ക് എച്ച് റോ മെർക്കുറി ജിയിലെ എച്ച് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഇഫ് ഐ ടെൽ യു ദാറ്റ്, ശ്രദ്ധിക്കണേ, ഇപ്പൊ എന്നോട് പറയാണ് ഓക്കെ ഫൈൻ 76 സെന്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ് ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഷറിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ വാട്ട് ഐ ഷുഡ് ഡു ഇസ് 76 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.76 മീറ്റർ ആയിരിക്കും വരിക. 0.76 ഇൻറ്റു 13.6 ഇൻറ്റു 10⁻³ ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണോ ആ പ്രഷർ ആയിരിക്കും അവിടെ ഉള്ളത് അതിന്റെ അർത്ഥം ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? SI യൂണിറ്റിൽ. സോ ദർ ഇസ് വൺ മെത്തേഡ് ഓഫ് സ്റ്റേറ്റിംഗ് പ്രഷർ. ആ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കുക. ഇനി another thing, very similar thing is, നോക്കൂ, ഇതൊക്കെ ഞാൻ ചെയ്യിക്കുന്ന ഒരു എക്സസൈസ് നിങ്ങൾക്ക് ശീലമാവാൻ വേണ്ടിയിട്ടാണ്. Another thing is open tube manometer. ഗേജ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി, എക്സസ് പ്രഷർ ഇൻസൈഡ് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. നോക്കൂതാ, ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ ചേംബർ ലൈക്ക് ദിസ്. ഒരു ഗ്യാസ് നിറച്ചിട്ടൊരു ചേംബർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, and there is an arrangement just like this. ഈ ട്യൂബ് ഓപ്പൺ ആണേ, ഈ ട്യൂബ് ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പ്രഷർ, ഓക്കെ, ഈ ട്യൂബ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഇതിലൊരു മെഷറിംഗ് ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഞാൻ നിറച്ചിട്ടുണ്ട്. ലിക്വിഡ് സാധാരണ നിരക്ക് ആ ലിക്വിഡ് നിൽക്കുക എക്സാക്ട്ലി സെയിം ലെവലിലാണ്. ഇവിടെ ഇപ്പൊ ഈ ഭാഗത്ത് ഇതിനകത്ത് ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതൊരു പ്രഷർ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, ആ പ്രഷർ കൊടുക്കുന്ന കാരണം ഇത് കുറച്ചുകൂടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ആ ലിക്വിഡ് താഴും, ഇവിടെ കുറച്ച് ആ ലിക്വിഡ് ഹൈറ്റിലാണ് നിൽക്കുക. സോ ഇതാണ് ആ മെഷറിംഗ് ലിക്വിഡ്. ആ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ മെഷറിംഗ് ലിക്വിഡ് ഇതാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇടിക്കുന്നത് ഈ പ്രഷറാണ്. ഈ ഗ്യാസ് ചേംബറിന്റെ അകത്തുള്ള PG. ഗ്യാസ് ചേംബർ G ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് PG ആയിരിക്കും. ഇവിടെ ഇരിക്കുന്നത് P അറ്റ്മോസ്ഫിയർ. ഞാൻ ഇവിടെ എഴുതാം, ഇവിടെ ഇരിക്കുന്നത് P അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇവിടെ ഇടിക്കുന്നത് PG ആയിരിക്കും. ഓൾറൈറ്റ്. ആൻഡ് ഈ ലെവലിനെ അപേക്ഷിച്ച് എന്താ പറയാ, ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യാവുന്നതാണെന്ന് വിചാരിക്കുക. ഈ ഹൈറ്റ് നിങ്ങൾ മെഷർ ചെയ്യാൻ വിചാരിച്ചോളൂ. സോ വാട്ട് യു കൻ സേ ഇസ്, നോക്കൂ, ഞാൻ പറഞ്ഞ റൂള് മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള, ശ്രദ്ധിക്കണേ, കണ്ടിന്യൂസ് ആയിരിക്കണം, ഒറ്റ ടൈപ്പ് ഓഫ് ലിക്വിഡ് ആയിരിക്കണം, ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടാവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിന്റെ അകത്ത് എവിടെ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ലെവലിന്റെ മുകളിൽ ഏത് പോയിന്റ്സിലും എടുത്ത പ്രഷർ സെയിം ആയിരിക്കും. വിച്ച് മീൻസ് ഇവിടുത്തെ പ്രഷറും ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണെങ്കിൽ PA മസ്റ്റ് ബി ഈക്വൽ ടു PB. PA എങ്ങനെ കിട്ടുക? ഇവിടെ വന്ന് ഇരിക്കുന്ന ഒരൊറ്റ പ്രഷറേ ഉള്ളൂ, അത് ഗ്യാസിന്റെ പ്രഷറാണ്. സോ PA will be equal to PG, pressure of the gas inside the chamber, and PB will be easily calculated knowing the fact that മോളിൽ PA വന്നിരിക്കുന്നുണ്ട്. ആ PAന്റെ ഇടിന്റെ കൂടെ ഈ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളത്തിന്റെ ഇടി വേറെ ഉണ്ട്. ഇപ്പൊ ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ M ആണെന്ന് ചോദിച്ചോ, റോ മെഷറിംഗ് ലിക്വിഡ് ആണെന്ന് ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ PB എന്ന് പറയുന്നത്, ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് PA ഉണ്ടാവും, അതിന്റെ കൂടെ ഈ ലിക്വിഡ് കോളത്തിന്റെ പ്രഷറും ഉണ്ടാവും. സോ PB will be equal to P atmosphere plus H into, ഇത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ്, H into റോ മെഷറിംഗ് ലിക്വിഡ് into G. ഓൾറൈറ്റ്, ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുമ്പോൾ PG will be equal to P atmosphere plus H raw measuring liquid into G, which means PG minus P atmosphere will be equal to H raw measuring liquid into G. നോക്കുക, ഈ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എക്സസ് പ്രഷർ. ആ ലിക്വിഡിന്റെ അകത്തുള്ള ആ ഗ്യാസ് ചേംബറിന്റെ അകത്തുള്ള എക്സസ് പ്രഷറാണ്, ഗേജ് പ്രഷർ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ വിൽ ഡയറക്ട്ലി ഗിവ് യു ദ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓർത്തു വെക്കുക. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഹൈറ്റ് ഞാൻ മെഷർ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മെഷർ ചെയ്തെടുക്കുന്ന കാര്യമാണ് ഈ ഹൈറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പറയൂ, പറഞ്ഞോളൂ. റെഡി അല്ലേ? ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മളെ പ്രോബ്ലംസ് കുറച്ച് ഡിഫറെന്റ് ആവും. ക്ലിയർ അല്ലേ? നിരഞ്ജന, അർച്ചന, കീർത്തന? ഓക്കെ ഫൈൻ. ശരി, അപ്പൊ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി പ്രോബ്ലം സാധാരണ വരിക ഈ ഒരു ഐഡിയയിലാണ്. ഫോർ എക്സാമ്പിൾ യു ഹാവ് എ ലിംബ്, ഒരു യൂട്യൂബ് ഉണ്ടാവും നിങ്ങളെടുത്ത്. ഈ യൂട്യൂബിന്റെ ശ്രദ്ധിക്കണേ, ദിസ് ഇസ് ദ യൂട്യൂബ്. ഓക്കെ, ഈ യൂട്യൂബിൽ ഒറ്റ ലിക്വിഡ് നിറച്ചാൽ നിങ്ങൾക്കറിയാം ഒരു ലെവലിൽ ലിക്വിഡ് നിറഞ്ഞു നിൽക്കും. ഞാൻ 2 ലിക്വിഡ് നിറച്ചു വിചാരിക്കുക. അപ്പോൾ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് ഇമ്മിസിബിൾ ആയിട്ടുള്ള 2 ലിക്വിഡാണ്. ഒരു ലിക്വിഡ് ഇതാണുള്ളത്, മറ്റേ ലിക്വിഡ് ഇത് അവിടെ ഇങ്ങനെ കയറിയെന്ന് വിചാരിച്ചോ. അങ്ങനെ കയറിയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ലിക്വിഡ്. ഓൾറൈറ്റ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ട്യൂബ് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും, നമുക്ക് എങ്ങനെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം ഈ ലിക്വിഡ്സ് തമ്മിലുള്ള ചോദ്യം. ഈ ലിക്വിഡ് ഡെൻസിറ്റി ρ1 ആണ്. ഈ ലിക്വിഡ് ഡെൻസിറ്റി ഈസ് ബേസിക്കലി ρ2. ഈ ലിക്വിഡ് ρ2 ആണ്, ഈ ലിക്വിഡ് ρ1 ആണ്. ഹൗ വിൽ വി റൈറ്റ് ഡൗൺ an expression which connects the density of these liquids എന്നുള്ള ചോദ്യം. Now നോക്കുക, എനിക്ക് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച നമ്മൾ നേരത്തെ പഠിച്ച ഐഡിയ ഉണ്ടല്ലോ, ഒരു ലെവൽ പ്രഷർ എക്സാക്ട്ലി സെയിം ആയിരിക്കും എന്നുള്ള ഐഡിയ ഉണ്ടല്ലോ. ആ ഐഡിയ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കണ്ടിന്യൂസ് ലിക്വിഡ് കോളം സെലക്ട് ചെയ്യണം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എനിക്ക് ലെവൽ എടുക്കാം. അപ്പൊ നേരത്തെ ഞാൻ 2 കേസ് ചെയ്ത പോലെ എനിക്ക് എവിടെ വേണമെങ്കിൽ ലെവൽസ് ചൂസ് ചെയ്യാം. എനിക്ക് ഇത് എവിടെ ലെവൽ എടുക്കാം, എവിടെ വേണമെങ്കിൽ ലെവൽ എടുക്കാം. പക്ഷെ ഞാൻ ഡെലിബറേറ്റ്ലി ഈ പോയിന്റിൽ ലെവൽ എടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ഈ പോയിന്റിൽ ലെവൽ എടുക്കുമ്പോഴാണ്, ഈ ജംഗ്ഷൻ, ഈ ഇന്റർഫേസ് ചേരുന്ന പോയിന്റിൽ ലെവൽ എടുക്കുമ്പോഴാണ് എനിക്ക് ഒറ്റ ലിക്വിഡ് കോളത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോർഷൻ കിട്ടുക. അവിടെയാണ് ഞാൻ സെയിം ലെവൽ പ്രഷർ സെയിം ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ ഐ ഷുഡ് ടേക്ക് മൈ റെഫറൻസ് ലെവൽ ഇസ് ദിസ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ്, ആ ലൈനിനെ ബേസ് ചെയ്ത് ദിസ് ഹൈറ്റ് ഐ കോൾ ദിസ് h1, ദിസ് ഹൈറ്റ് ഐ കോൾ ഇറ്റ് h2. ഓൾറൈറ്റ്, ഈ ലിംബുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് h ആണെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ക്യാൻ സേ ഇസ്, ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണെങ്കിൽ പ്രഷർ അറ്റ് എ വിൽ ഹാവ് ടു ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. എന്തുകൊണ്ടാണ്? ഒരേ ലെവലാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിക്വിഡ് കോളം, സെയിം ലിക്വിഡ്, എന്താ പറയുക, വേറെ എക്സ്ട്രാ ബ്രേക്കേജോ സ്റ്റോപ്പേജോ ഒന്നുമില്ല. ഈ ട്യൂബ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ട്യൂബ് മൂവ് ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ മാറും, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഐ നോ ദാറ്റ് PA ഷുഡ് ബി ഈക്വൽ ടു PB. വാട്ട് ഇസ് PA? PA എന്താ വരിക എന്ന് പറയൂ. PA വിൽ ബി എക്സാക്ട്ലി ബി ഈക്വൽ ടു, ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ വരും, സ്മോൾ a ആണ് കേട്ടോ, P അറ്റ്മോസ്ഫിയർ ഉണ്ടാവും ഇവിടെ. അതിന്റെ കൂടെ ഈ ലിക്വിഡ് കോളത്തിന്റെ പ്രഷറും കൂടെ ഇവിടെ ആക്ട് ചെയ്യും. ഈ ലിക്വിഡ് കോളത്തിന്റെ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ h1 into ρ1 into g. അപ്പൊ എയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P അറ്റ്മോസ്ഫിയർ പ്ലസ് h1 ρ1 g ഉണ്ടാവും, പ്ലസ് that should be equal to PB എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഇരിക്കുന്ന പ്രഷർ അത് എഗെയിൻ എന്തുണ്ടാവും? P അറ്റ്മോസ്ഫിയർ. 2 ഭാഗത്തും അറ്റ്മോസ്ഫിയർ ആണ്, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഇവിടെയും P അറ്റ്മോസ്ഫിയർ വരും. സോ P അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും, പ്ലസ് h2 ρ2 g കൂടെ ഉണ്ടാവും. ഈ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം കാരണമുള്ളത്. ഓൾറൈറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ these two terms will get cancelled off. h1 ρ1 g will be equal to h2 ρ2 g, which means g cancel ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് റിലേഷൻ വേണ്ടത്? ρ1 by ρ2 will be equal to h2 by h1. ഇതാണ് റിലേഷൻ കേട്ടോ. ഇങ്ങനത്തെ എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കുക കേട്ടോ. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഫൈൻ. ഇനി ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇത് പല ടൈപ്പിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് റൂള്, ഈ റെഫറൻസ് ലെവൽ വരയ്ക്കുന്ന സമയത്ത് ഒറ്റ ലിക്വിഡിൽ കോളത്ത് കിട്ടുന്നത്. അപ്പൊ എനിക്ക് വേണേൽ ഇവിടെയൊക്കെ വരയ്ക്കാം ലെവല്, പക്ഷെ അതൊന്നും ആപ്ലിക്കബിൾ ആവില്ല. ഇവിടെ വരയ്ക്കുമ്പോൾ മാത്രമേ കറക്റ്റ് ആയിട്ട് എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അത് ഒറ്റ ലിക്വിഡ് കോളം, ഒറ്റ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിംഗിൾ ടൈപ്പ് ഓഫ് ലിക്വിഡിന്റെ കോളം കിട്ടണം. ആ രീതിയിൽ വേണം ആ റെഫറൻസ് ലൈൻ വരയ്ക്കാൻ, ഓർത്ത് വെക്കുക. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്